ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ സി സിയിലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആർ സി സിയിലെ ബേസിക്സ് മുന്നേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24th എക്സാമിന് ലാസ്റ്റ് കുറച്ച് കമ്പൈൻഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ആർ സി സിയിലെ IS 456 പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനകത്ത് നമ്മൾ ആർ സി സിയുടെ മെറ്റീരിയൽസ് ആയ സിമെന്റിന്റെ ഗ്രേഡുകൾ, പിന്നെ അതുപോലെ തന്നെ വാട്ടർ, അതിന്റെ pHന്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ബാക്കി അഗ്രിഗേറ്റ്സ് ഏത് കോഡാണ്, സ്റ്റീൽ ഏത് കോഡാണ്, ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ ടൈപ്പ് ഓഫ് വർക്കിനും കൊടുക്കുന്ന മിനിമം ഗ്രേഡ്, പിന്നെ അതുപോലെ തന്നെ കവർ, അതിന്റെ കാര്യങ്ങളെല്ലാം മിനിമം കവർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അതൊന്നും വീണ്ടും നമ്മൾ പറയുന്നില്ല. പിന്നെ കുറച്ച് ബേസിക്സ് നമ്മൾ അല്ലാതെ തന്നെ ആർ സി സിയുടെ സമ്മറി എന്നും പറഞ്ഞിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ സീരീസിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ ബേസിക്സ്, അതായത് അസംഷൻസ്, എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർ സി സി പോലൊരു സബ്ജക്ട് പലർക്കും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പലരും പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. കാരണം പേടി തന്നെയാണ്, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി മാത്രമാണ്. പക്ഷെ ശരിക്കും നമ്മൾ കൺസെപ്റ്റ് വൈസ് ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ വെറുതെ ആർ സി സി എടുത്ത് കുറച്ച് കോഡ് എടുത്ത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, മിനിമം ബാർ ഡയമീറ്റർ ചോദിച്ചിട്ടുണ്ട്, ടൈസ് ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കാം. അങ്ങനെ മെസ്സപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കത്തില്ല. നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം ഇപ്പൊ നിങ്ങളുടെ സിലബസിനകത്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പഠിക്കുക. ലിമിറ്റ് സ്റ്റേറ്റ് പഠിച്ചിട്ട് അതിനകത്ത് വരുന്ന ഓരോ ഡിസൈനിലേക്ക് കടന്ന് ഡിസൈനിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. നിങ്ങൾ ശരിക്കും എങ്ങനെയാണോ പഠിക്കേണ്ടുള്ളത്, അതായത് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയത്തില്ലേ, സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. അതായത് ഏറ്റവും ബേസിക്സിൽ നിന്നും പഠിച്ചു തുടങ്ങുക. ആർ സി സി സ്ട്രക്ചറൽ സബ്ജക്ട്സ് എപ്പോഴും ബേസ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണെന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബേസ് ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാതെ ആൻസേഴ്സ് എഴുതി പോകാൻ പറ്റും. ഓക്കെ, അപ്പം ആർ സി സിയിലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ടേംസ് നോക്കാം. നമ്മൾ ഇനി കോഡൽ പ്രൊവിഷൻ ഒക്കെ പറയുമ്പോൾ ഈ ബേസിക് ടേംസിന്റെ പേരിലാണ് പറയാറ്. പിന്നെ അതുപോലെ തന്നെ ഇത് പലർക്കും അറിയാവുന്ന ഡെഫിനിഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്കുള്ളത് വിഡ്ത്ത് ഓഫ് ദി ബീം ആണ്. നിങ്ങൾക്ക് ഇവിടെ വിഡ്ത്ത് ഓഫ് ദി ബീം കാണാം. ടോപ്പ് വിഡ്ത്തിനെയാണ് വിഡ്ത്ത് ഓഫ് ദി ബീം സ്മോൾ ബി ഉണ്ട് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇത് ടി ബീം ഒന്നും അല്ല, റെക്ടാങ്കുലർ ബീം ആയതുകൊണ്ട് ടോട്ടൽ വിഡ്ത്ത് ഓഫ് അതായത് ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി ബീമിനെ നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ബീം ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് ടോട്ടൽ ഡെപ്ത് ആണ്. ടോട്ടൽ ഡെപ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, കണ്ടോ? ടോപ്പ് ഫൈബറിൽ നിന്നും നമ്മുടെ ബോട്ടം ഫൈബർ വരെയുള്ള ആ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ബി. ഒന്നുമില്ല, ഔട്ടർ ഫൈബേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഓർത്താൽ മതി. അതിനകത്തും കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ടോട്ടൽ ഡെപ്ത് ഡി എം മനസ്സിലായി. ഇനി അടുത്ത എന്താണ്, നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒരു തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇസ് കോൾഡ് ആസ്, അതിന് എന്ത് പേര് പറയും എന്നുള്ളത്. അപ്പൊ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്ന് നോക്കാം. ഇത് ഓവർസിയർ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് എഫക്റ്റീവ് ഡെപ്തിനകത്ത് കണ്ടോ, ഇത് കണ്ടോ, ടോപ്പ് വിഡ്ത്തിൽ നിന്നും നമ്മുടെ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് സെന്ററോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഫൈബർ ടു ദ സെന്ററോയിഡ് ഓഫ് ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പൊ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ഡെപ്ത്. ടോപ്പ് ഫൈബറിൽ നിന്നും സെന്ററോയിഡ് ഓഫ് ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ഇനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി എന്ന് പറയുന്നത്. അപ്പൊ വിഡ്ത്ത് ഓഫ് ദ ബീം പഠിച്ചു, ഡെപ്ത് പഠിച്ചു, എഫക്റ്റീവ് ഡെപ്ത് ഡി പഠിച്ചു. ഇനിയാണ് അടുത്ത രണ്ട് ടേംസ് വരുന്നത്, നോമിനൽ കവറും എഫക്റ്റീവ് കവറും. നിങ്ങൾക്ക് ഈ ഫിഗർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. നമുക്ക് എന്നാലും നോക്കാം. എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ബോട്ടം ഫൈബറിൽ നിന്നും നമ്മുടെ മെയിൻ ബാറിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ് കവർ ക്ലിയർ ആയല്ലോ. എഫക്റ്റീവ് കവർ എന്താണ്, നമ്മുടെ ബോട്ടം ഫൈബറിൽ നിന്നും മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ നോമിനൽ കവർ. നോമിനൽ കവർ എന്താണ്, ബോട്ടം ഫൈബറിൽ നിന്നും
ഏത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആണോ ആദ്യമുള്ള അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോമിനൽ കവർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ, നോമിനൽ കവറും പറഞ്ഞു എഫക്റ്റീവ് കവറും പറഞ്ഞു. ഇനി നോക്കിക്കേ, ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ഡിയിൽ നിന്നും നമ്മുടെ എഫക്റ്റീവ് കവർ കുറച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ്, എഫക്റ്റീവ് ഡെപ്ത് ഡി കിട്ടും. നോക്കിക്കേ, ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ഡെപ്ത് ആണ്. ഈ ഡെപ്തിൽ നിന്ന് എന്താണ് നമുക്ക് കുറയ്ക്കേണ്ടത്, എഫക്റ്റീവ് കവർ കുറയ്ക്കണം. എഫക്റ്റീവ് കവർ കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, എഫക്റ്റീവ് ഡെപ്ത് ഡി ആണ് കിട്ടുന്നത്. അതും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വിഡ്ത് ഓഫ് ദ ബീം ഒന്ന് നമുക്കൊന്ന് റീക്യാപ്പ് എടുക്കാം. ആദ്യം നമ്മൾ വിഡ്ത് ഓഫ് ദ ബീം പറഞ്ഞു. വിഡ്ത് ഓഫ് ദ ബീം എന്തായിരുന്നു, ടോപ്പ് വിഡ്ത് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഡെപ്ത് പറഞ്ഞു, അതും ക്ലിയർ ആണ്. എഫക്റ്റീവ് ഡെപ്ത് എന്തായിരുന്നു, ടോപ്പ് ഫൈബറിൽ നിന്നും സെന്ററോയിഡ് ഓഫ്, ഇവിടെ ഏത് ടേം ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക. ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് സെന്ററോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ഡെപ്ത് ഡി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് നമ്മൾ അടുത്തുള്ളത്, നോമിനൽ കവറും എഫക്റ്റീവ് കവറാണ്. എഫക്റ്റീവ് കവർ ബോട്ടം ഫൈബറിൽ നിന്നും നമ്മുടെ എന്താണ് മെയിൻ ബാറിന്റെ സെന്ററോട് വരെയുള്ള ഡിസ്റ്റൻസിനാണ് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. നോമിനൽ കവർ എന്ന് പറഞ്ഞാൽ ബോട്ടം ഫൈബറിൽ നിന്ന് ഏതെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നോമിനൽ കവർ. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഈ എന്താണ് നമ്മുടെ ടോട്ടൽ ഡെപ്ത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ടോട്ടൽ ഡെപ്തിൽ നിന്നും എന്ത് കുറയ്ക്കണം, നമുക്ക് എഫക്റ്റീവ് കവർ കുറച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എഫക്റ്റീവ് ഡെപ്ത്. അതുകൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക്സ് ബ്രഷപ്പ് ചെയ്ത് ഇതിനകത്ത് എടുക്കാനാണ്. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് കടക്കാം, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ LSM ലേക്ക് കടക്കാം. ഓക്കെ, ഇത് മുന്നേ പറഞ്ഞ രണ്ട് ഡെഫിനിഷൻസ് തന്നെയാണ്. ഞാനൊന്ന് ഡെഫിനിഷൻ ആയിട്ട് വേണ്ടവർക്ക് ആഡ് ചെയ്തു എന്ന് മാത്രം. എന്താണ് എഫക്റ്റീവ് കവർ, കവർ ഫ്രം ദ ഔട്ടർ ഫൈബർ ഓഫ് കോൺക്രീറ്റ് ടു ദ സെന്റർ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെ, ഔട്ടർ ഫൈബർ ഓഫ് കോൺക്രീറ്റിൽ നിന്നും മെയിൻ ഫൈബറിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, എഫക്റ്റീവ് കവർ ഇട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോമിനൽ കവർ ആണ്. നോമിനൽ കവർ ആണ് നമ്മുടെ ഡിസൈൻ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ്. അതൊന്ന് ഓർത്ത് വെക്കുക. നോമിനൽ കവറിന് നമ്മൾ പറയുന്നത് ഡിസൈൻ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കവർ ഓൾ ഡെപ്ത് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെന്റിലേക്ക് കൊടുക്കുന്ന കവറിനെയാണ് നമ്മൾ നോമിനൽ കവർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ലിങ്ക്സ്, ലിങ്ക്സും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കോഡൽ പ്രൊവിഷൻ വരുന്നുണ്ട്. നോമിനൽ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോമിനൽ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറിന്റെ ഡയമീറ്ററിനേക്കാളും ഒരിക്കലും കുറവ് കൊടുക്കാൻ പാടില്ല. ഇതൊരു കോഡൽ പ്രൊവിഷൻ ആണ്. നമ്മുടെ എന്താണ് IS 456-2000ന്റെയും അതുപോലെ തന്നെ IS 800-2007 ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ ലൈനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഇടാം. അപ്പം ആ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പോയിന്റ് പോലും നമ്മൾ ഓർത്ത് വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, നോമിനൽ കവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷൽ നോട്ട് ബി ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. അപ്പൊ നോമിനൽ കവറും എഫക്റ്റീവ് കവറും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡിസൈൻ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയും. ഇതിനകത്ത് ഇറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. അപ്പൊ ഇത് കോഡൽ പ്രൊവിഷൻ ആണ്, അത് ഓർത്ത് വെക്കുക. എഫക്റ്റീവ് കവറും നോമിനൽ കവറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഓൾറെഡി ഞാൻ നോമിനൽ കവറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ ടേബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ എക്സാമിനെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ കവറിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് നോമിനൽ കവർ ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് ഓർക്കുന്നു. അപ്പൊ നോമിനൽ കവർ അതാണ് പറഞ്ഞത്. ഡ്യൂറബിലിറ്റി റിക്വയർമെന്റിന് നമുക്ക് മിനിമം എത്ര നോമിനൽ കവർ കൊടുക്കണം, അത് ടേബിൾ 16 ഓഫ് IS 456-2000 ആണ് തരുന്നത്. അപ്പൊ നമുക്ക് മൈൽഡ് എക്സ്പോഷർ ആണെങ്കിൽ 20, മോഡറേറ്റ് 30, സിവിയർ 45, വെരി സിവിയർ 50, എക്സ്ട്രീം 75. ഇനി ഓരോ ഇതും നമ്മൾ പറഞ്ഞ ഓരോ എക്സ്പോഷറിന് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പൊ ഈ ടാബുല കോളം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. നോമിനൽ കവർ ടു മീറ്റ് ഡ്യൂറബിലിറ്റി റിക്വയർമെന്റ്സ് ആണ്. ഞാൻ നോമിനൽ കവർ പറഞ്ഞതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ ഫിലോസഫീസിലേക്ക് വരാം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് മെയിൻലി 4 മെത്തേഡ്സ് വെച്ചിട്ടാണ്. ആദ്യത്തത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, രണ്ടാമത്തെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, മൂന്നാമത്തെ അൾട്ടിമേറ്റ് ലോഡ് ഡിസൈൻ, ആൻഡ് ലാസ്റ്റ് വൺ ഇതൊരു ലേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ് ആണ് ഈ ലാസ്റ്റ് പറഞ്ഞത്, പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ. അപ്പൊ ഇങ്ങനെ 4 ഡിസൈൻ ഫിലോസഫീസ് ആണുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് ഡിസൈൻ ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ.
അപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഒന്നും ചോദിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് സിലബസിലുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നോക്കാം. അപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസൈൻ ടു സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ഓൾ ലോഡ്സ് ലയബിൾ ടു ആക്ട് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ സാറ്റിസ്ഫൈ സർവീസബിലിറ്റി റിക്വയർമെന്റ് സച്ച് ആസ് ലിമിറ്റേഷൻസ് ഓൺ ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ്. അതായത് നമ്മൾ സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അതിന്റെ പുറത്ത് വരുന്ന എല്ലാ ലോഡുകളും അതിന്റെ ത്രൂ ഔട്ട് ലൈഫിൽ എങ്ങനെ സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതായത് അത് കൊളാപ്സ് ആവാതെ അല്ലെങ്കിൽ ആ നമ്മുടെ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ഒന്നും പറ്റാതെ സേഫ് ആയിട്ട് എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർവീസബിലിറ്റി ക്രൈറ്റീരിയ ലൈക്ക് ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒന്നും വരാതെ. അപ്പൊ രണ്ട് സ്റ്റേജ് ആണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഒന്നുകിൽ കൊളാപ്സ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ കൊളാപ്സിന് തൊട്ട് മുന്നിലുള്ള ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും പോലെ അൺയൂസബിൾ ആയിട്ടുള്ള ഒരു ഫോമായി പോവുക. ഇതൊന്നും എത്താതെയുള്ള ഡിസൈൻ ആണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വഴി ഉദ്ദേശിക്കുന്നത്. ഇനി അക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോർ സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെന്റ്സ് ബിഫോർ ഫെയിലിയർ ഇസ് കോൾഡ് ലിമിറ്റ് സ്റ്റേറ്റ്. എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. സേഫ്റ്റി ആണെങ്കിലും സർവീസബിലിറ്റി എടുത്താലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, അതായത് ആ ബ്രേക്കേജിന്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രക്ചർ ഓഫ് നോ യൂസ് ആണ്. അതായത് ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റ് ഉണ്ട്. സർവീസബിലിറ്റി അതുപോലെ തന്നെ സേഫ്റ്റി കൺസേൺ നമ്മൾ റിക്വയർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ ഓക്കെ ആണ്. ആ ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ്, ആ അക്സെപ്റ്റബിൾ ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ്, ഈ ഡെഫിനിഷൻസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇത് കോഡിൽ ആ ഒരു മോളിൽ നമ്മൾ പറയുന്ന കോഡിൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ എയിം ഓഫ് ഡിസൈൻ, നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടുള്ള എയിം എന്താന്ന് വെച്ചാൽ ഇസ് ടു അച്ചീവ് അക്സെപ്റ്റബിൾ പ്രോബബിലിറ്റീസ് ദാറ്റ് ദ സ്ട്രക്ചർ വിൽ നോട്ട് ബിക്കം അൺഫിറ്റ് ഫോർ ദ യൂസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് ഇന്റൻഡഡ്. അതായത് നമ്മൾ ഈ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണോ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ സ്ട്രക്ചർ അൺഫിറ്റ് ആയി മാറത്തില്ല എന്നുള്ള ഒരു എയിമാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഡിസൈൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയ ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി ആണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ലിമിറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് എത്തത്തില്ല എന്നുള്ള രീതിയിലുള്ള ഡിസൈൻ, അതിനെയാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ വിൽ നോട്ട് ബിക്കം അൺഫിറ്റ് ഫോർ ദ യൂസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് ഇന്റൻഡഡ്. അത് ഏത് ഉപയോഗത്തിനാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് അതിന് വേണ്ടിയിട്ട് ആ സ്ട്രക്ചർ ഒരിക്കലും അൺഫിറ്റ് ആയി പോകത്തില്ല എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും നമ്മുടെ സ്ട്രക്ചർ ലിമിറ്റ് സ്റ്റേറ്റ് എത്തത്തില്ല. ഇനി മെയിൻലി നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ രണ്ടെണ്ണമാണുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ചെയ്യുക, അതായത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആസ് സച്ച് കൊളാപ്സ് ചെയ്ത് പോവുക, അതാണ് ആദ്യത്തെ ലിമിറ്റ് സ്റ്റേറ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി ആണ്. സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് എന്തെങ്കിലും സർവീസ് ഓൾറെഡി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ സർവീസബിലിറ്റി ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ശരിക്കും ആ ബിൽഡിംഗ് ഫെയിൽ ആവുന്നില്ല. പക്ഷേ അത് ഏത് സർവീസ് അല്ലെങ്കിൽ അത് എന്ത് ഉപയോഗത്തിനാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ ഉപയോഗം ഒട്ടും നടക്കുന്നതുമില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അപ്പൊ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സ്ട്രക്ചർ അണ്ടർ മാക്സിമം ഡിസൈൻ ലോഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഏതൊക്കെ ലോഡ് അതിന്റെ പുറത്ത് വരാമോ മാക്സിമം ഡിസൈൻ ലോഡിൽ ഉള്ള സ്ട്രെങ്ത്തിനെയും നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തിന്റെയും സ്റ്റെബിലിറ്റിയും ഡീൽ ചെയ്യുന്ന പാർട്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. ഇനി രണ്ടാമത്തെ നമ്മുടെ സർവീസബിലിറ്റി ആണ്. അപ്പൊ സർവീസബിലിറ്റി എന്ന് കാണുമ്പോൾ ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് കാണും അതിനകത്ത്. ആ ഒരു രണ്ട് ടേംസ് ഓർത്താൻ വെച്ചാൽ മതി. ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് അണ്ടർ സർവീസ് ലോഡ്, ഡ്യൂറബിലിറ്റി അണ്ടർ വർക്കിംഗ് എൻവയൺമെന്റ്, ഫയർ സ്റ്റെബിലിറ്റി എൻവയൺമെന്റൽ സ്റ്റെബിലിറ്റി, ഫയർ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെയും ക്രാക്കിങ്ങിനെയും ഒക്കെയാണ് നമ്മൾ സർവീസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ആണ്, അതായത് അത് സ്ട്രെങ്ത് ഇല്ലാതെ കൊളാപ്സ് ആയി പോകുന്ന ആ ഒരു ഭാഗം. സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏത് സർവീസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇന്റന്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ആ സർവീസ് അത് കൊടുക്കാതിരിക്കുക, അതായത് ഡിഫ്ലക്ഷനും ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാവുക. നമുക്ക് ഒരു ഉപയോഗവും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് കൊളാപ്സ് ആയി പോകുന്നു, ഒന്ന് സർവീസബിലിറ്റി. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്ത്, അതായത് ലിമിറ്റ് സ്റ്റേറ്റ്, ഈ കൊളാപ്സിന്റെ ലിമിറ്റ് സ്റ്റേറ്റ് അതായത് സ്ട്രെങ്ത്തിന്റെ ലിമിറ്റ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിങ്ങിലെ ലിമിറ്റ് സ്റ്റേറ്റ്, ഇത് രണ്ടും എത്താതെ നമ്മുടെ ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ.
ഇനി നേരത്തെ ആ പറഞ്ഞ അതേ നമ്മുടെ ക്ലാസിഫിക്കേഷൻ തന്നെ ഒന്നുകൂടെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടെന്നേ ഉള്ളൂ. അതിനകത്ത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നൊന്ന് പറയാൻ വേണ്ടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്ര ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഉണ്ട്. കൊളാപ്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സ്ട്രക്ചേഴ്സ് സബ്ജക്ട് ടു മാക്സിമം ഡിസൈൻ ലോഡ്സ് ഔട്ട് ഓഫ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ലോഡ്. ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഡിസൈൻ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഏതൊക്കെ ലോഡ് അതിന്റെ പുറത്ത് വരാമോ അത് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷനോ എടുത്തിട്ടുള്ള ആ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നത്. സോ നെയ്തർ എനി പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ നോ ദ സ്ട്രക്ചർ ആസ് എ ഹോൾ ഷുഡ് കൊളാപ്സ് ഓർ ബിക്കം അൺസ്റ്റേബിൾ അണ്ടർ എനി കോമ്പിനേഷൻ ഓഫ് ലോഡ്. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിന്റെ ഏതെങ്കിലും ഒരു പാർട്ടോ അതല്ലെങ്കിൽ സ്ട്രക്ചർ മൊത്തത്തിലായിട്ടോ കൊളാപ്സ് ചെയ്യോ അല്ലെങ്കിൽ അൺസ്റ്റേബിളോ ആവാൻ പാടില്ല നമ്മുടെ ഈ ലോഡുകൾ വരുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തുന്ന ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റിനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. അപ്പൊ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഏത് കോമ്പിനേഷൻ ഓഫ് ലോഡ് വന്നാലും ആ സ്ട്രക്ചറിന്റെ ഏതെങ്കിലും ഒരു പാർട്ടോ അതല്ലെങ്കിൽ സ്ട്രക്ചർ ആസ് എ ഹോള് ഒരിക്കലും കൊളാപ്സ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഇവിടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ആർ. അതായത് നമ്മൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഷിയർ, ടോർഷൻ, ഫ്ലെക്ചർ ആൻഡ് കംപ്രഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഫാക്ടേഴ്സ് കൺസിഡേർഡ് ആർ ഷിയർ, ടോർഷൻ, ഫ്ലെക്ചർ ആൻഡ് കംപ്രഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടേം ഓർത്ത് വെക്കുക. പിന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഡീൽസ് വിത്ത് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് ടേംസ് ഏതൊക്കെയാണ്? ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് ഓർത്ത് വെക്കുക. Okay, deflection and cracking deals with the deflection and cracking of structures under service load, durability ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കാരണമുള്ള ഡിഫ്ലക്ഷൻ ക്രാക്കിംഗ് ആണ്? സർവീസ് ലോഡ് കാരണം, അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂറബിലിറ്റി അണ്ടർ വർക്കിംഗ് എൻവയൺമെന്റ്, ഫയർ റെസിസ്റ്റൻസ്, ക്രാക്കിംഗ്, ഡിഫ്ലക്ഷൻ എക്സെട്ര കാരണമുള്ള ഡിഫ്ലക്ഷനും ക്രാക്കിംഗുമാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തേത് കൊളാപ്സ് ആണ്. കൊളാപ്സിനകത്ത് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും പറയുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഡിഫ്ലക്ഷനും ക്രാക്കിംഗും പറയുന്നു. ഇനി നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലെ വളരെ എന്താ പറയുക, നമ്മൾ പറയത്തില്ല ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. എന്താണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത്? അപ്പൊ സേഫ്റ്റി ഫാക്ടേഴ്സ് ശരിക്കും നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. അതായത് മെറ്റീരിയലുമുണ്ട്, ലോഡുമുണ്ട്. നമുക്കറിയാം നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അവിടെ കുറച്ച് മെറ്റീരിയൽ എടുക്കും, മെറ്റീരിയൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്യും, പിന്നെ അതിന്റെ പുറത്ത് വരുന്ന ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളൊരു സ്ട്രക്ചർ ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാധനങ്ങളാണ് അതിനകത്തുള്ളത്. എന്തൊക്കെയാണ്? മെറ്റീരിയലുമുണ്ട്, ലോഡുമുണ്ട്. ഈ രണ്ടെണ്ണത്തിലും അതായത് മെറ്റീരിയലിലും ലോഡിലും നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ലിമിറ്റ് സ്റ്റേറ്റ് നമ്മുടെ സ്ട്രക്ചർ എത്താൻ പാടില്ല. അതായത് ക്രാക്ക് ചെയ്യുന്നയോ അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ സ്ട്രക്ചർ ആസ് സച്ച് കൊളാപ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയോ എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയലിലും അതുപോലെ തന്നെ ലോഡിലും ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയലിലും ലോഡിലും സെപ്പറേറ്റ്ലി ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ മെറ്റീരിയലിലും അപ്ലൈ ചെയ്യും, ലോഡിലും അപ്ലൈ ചെയ്യും. ഇനി എങ്ങനെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് കേസ് ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മൾ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ RCC ഡിസൈൻ ആണ് പഠിക്കുന്നത്. നമുക്ക് രണ്ട് മെറ്റീരിയൽസ് ആണുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ്? കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീലുമാണ് നമ്മുടെ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി ഈ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്താണ്? സ്റ്റീലിന്റെ സ്ട്രെങ്ത് എന്താണ്? കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്താണ്? നമുക്ക് FCK ആണെന്ന് അറിയാം. FCK എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്? നമ്മൾ 150 mm സൈസ് ഉള്ള ക്യൂബ് കാസ്റ്റ് ചെയ്ത് 28 ദിവസത്തിന് ശേഷം സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ സാമ്പിൾ ചെയ്യും. അതിൽ ആ 95% സാമ്പിളുകളും പാസ് ആവുന്ന പർട്ടിക്കുലർ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് FCK കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റീലിന്റെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, നമ്മൾ UTM വെച്ചിട്ട് ടെൻഷൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് FY എന്ന് പറഞ്ഞ് ഈൽഡ് സ്ട്രെങ്ത്തും കിട്ടും. അപ്പൊ കോൺക്രീറ്റിന്റെ എന്താണ് സ്ട്രെങ്ത്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തും സ്റ്റീലിന്റെ
മെറ്റീരിയലിന്റെ ഈൽഡ് സ്ട്രെങ്തുമാണ്. അപ്പൊ ഇത് രണ്ടും അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് സ്റ്റേറ്റിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന, ഇപ്പൊ ഞാൻ FCK ചെയ്തപ്പോൾ എനിക്ക് ഒരു 30 ന്യൂട്ടൺ പെർ mm² സ്ട്രെങ്ത് കിട്ടി. പക്ഷെ ഞാൻ അസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കോൺക്രീറ്റിന് 30-ൽ താഴെ സ്ട്രെങ്തേ ഉള്ളൂ എന്നാണ് ഞാൻ ലിമിറ്റ് സ്റ്റേറ്റിൽ അസ്യൂം ചെയ്യുന്നത്. അതായത് 30 ന്യൂട്ടൺ പെർ mm² ആക്ച്വലി എൻ്റെ കോൺക്രീറ്റിനുണ്ട് സ്ട്രെങ്ത്. പക്ഷെ ഞാൻ ഈ 30 ഉണ്ടെന്ന് വിചാരിച്ച് ഡിസൈൻ ചെയ്താൽ അഡീഷണലി എന്തെങ്കിലും ഒരു ലോഡ് വരുമോ, എൻ്റെ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എൻ്റെ ഫെയിൽ ആയി അല്ലേ. നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമുക്ക് അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത് 30 ന്യൂട്ടൺ പെർ mm² കുറവാണ്. അപ്പൊ അത് കുറവായി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ FCK ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായാലും FCK-ക്കാളും കുറവ് ഒരു വാല്യൂ അല്ലേ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് വരത്തുള്ളൂ കോൺക്രീറ്റിന്റെ. അതുപോലെ തന്നെ ഈ FY എനിക്ക് കിട്ടുന്ന ന്യൂട്ടൺ പെർ mm² ഈൽഡ് സ്ട്രെങ്തിനേക്കാളും കുറവ് മാത്രമേ എൻ്റെ സ്റ്റീലിന് സ്ട്രെങ്ത് ഉള്ളൂ എന്ന് അസ്യൂം ചെയ്ത് ഞാൻ അതിനെയും എന്ത് ചെയ്യുന്നു, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ വാല്യൂ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അന്നേരം നമ്മുടെ മെറ്റീരിയൽ എക്സ്ട്രാ സേഫ് ആണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന സ്ട്രെങ്ത് ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 30 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 30-നേക്കാളും കുറവാണെന്ന് വിചാരിച്ച് ഡിസൈൻ ചെയ്ത് അത്രത്തോളം സേഫ് ആണല്ലോ. 30-ൽ കൂടുതലുണ്ട് അല്ലെങ്കിൽ 30 ആണെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 30 ലിമിറ്റ് ഇല്ല, നമ്മുടെ 30-ൽ താഴെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് വിചാരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്ത് നമ്മൾ ആ FCK-യും FY-യും ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ സ്ട്രെങ്ത് ആണ് അസ്യൂം ചെയ്യുന്നത്. അതാണ് മെറ്റീരിയൽ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നത്. അപ്പൊ മെറ്റീരിയൽ ഓർക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കോൺക്രീറ്റിനെയും സ്റ്റീലിനെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രെങ്ത് കുറവാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ ആ കുറവ് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡാണ്. നമുക്കറിയാം നമ്മുടെ ഒരു സ്ട്രക്ചറിന്റെ പുറത്ത് പല ലോഡ് വരാം. ലൈവ് ലോഡ് വരാം, വിൻഡ് ലോഡ് വരാം, അതുപോലെ എർത്ത്ക്വേക്ക് ലോഡ് വരാം, ഡെഡ് ലോഡ് വരാം അല്ലെ. ഇനി പല കോമ്പിനേഷൻ നമ്മൾ എടുക്കും. ചിലപ്പോൾ ലൈവ് ലോഡും വിൻഡ് ലോഡ് ആയിരിക്കും, ചിലപ്പോൾ എന്ത് വരും, ഡെഡ് ലോഡും ലൈവ് ലോഡ് ആയിരിക്കും, ചിലപ്പം ലൈവ് ലോഡ് വിൻഡ് ലോഡ് ഡെഡ് ലോഡ്, ഇത് മൂന്നും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ്. അപ്പൊ ഏത് ലോഡ് കോമ്പിനേഷൻ എടുത്താലും നമുക്കൊരു ലോഡ് കിട്ടും അല്ലെ, ഒരു ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞൊരു ലോഡ് വാല്യൂ കിട്ടും. ഈ ലോഡിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്താൽ ഇതിൽ കൂടുതൽ നാളെ ഒരു ലോഡ് വന്നാൽ വീണ്ടും നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ലോഡിനെ എന്തുകൊണ്ട് ചെയ്യുന്നു, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ലോഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്, മെറ്റീരിയലിന്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ലോഡിന്റെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് രണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത മെറ്റീരിയലിനും ലോഡിനും നമ്മൾ ഓൾറെഡി ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തു കഴിഞ്ഞു. മെറ്റീരിയലിന് എന്ത് ചെയ്തു, മെറ്റീരിയലിന് സ്ട്രെങ്ത് കുറവാണെന്ന് അസ്യൂം ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ലോഡ് കൂടുതലാണ് വരുന്നതെന്ന് അസ്യൂം ചെയ്തു, അതിന് വേണ്ടിയിട്ട് ലോഡിന് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ കൺസൈസ്ലി നമുക്ക് പറയാം, നമ്മൾ ലോഡിലും അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസിലും അപ്ലൈ ചെയ്യുന്നു. എന്ത്, നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ലോഡ് ആണെങ്കിൽ നമ്മുടെ പല ലോഡ് കോമ്പിനേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ആ ലോഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താണ് നമ്മുടെ ഡിസൈൻ ലോഡ് കിട്ടുന്നത്. ഇനി മെറ്റീരിയൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ എടുത്തിട്ട്, ഇപ്പൊ കോൺക്രീറ്റ് ആവാം, കോൺക്രീറ്റും ആവാം എന്നല്ല, കോൺക്രീറ്റും ഉണ്ട് സ്റ്റീലും ഉണ്ട്. കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആയ FCK നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റീലിന്റെ സ്ട്രെങ്ത് ആയ FY നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നത്. ഇത് രണ്ടിന്റെയും ഡിസൈൻ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ സിഗ്നിഫിക്കൻസ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനകത്ത് LSM മെത്തേഡിനകത്ത് നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഒരിക്കലും ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്യത്തില്ല അല്ലെ. ലിമിറ്റ് സ്റ്റേറ്റ് ഒരിക്കലും അത് ക്രോസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ ആണെങ്കിലും ലോഡ് ആണെങ്കിലും രണ്ടിനും സെപ്പറേറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റിയും ഇനി നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് മെറ്റീരിയൽസിന് എത്ര കൊടുക്കണം, സ്റ്റീൽ ആണെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ എത്ര ആണ് കൊടുക്കേണ്ടുള്ളത്, മെറ്റീരിയൽ അനുസരിച്ച് ഫാക്ടർ ഓഫ് സേഫ്റ്റി മാറും. ഇനി ലോഡ് ആണെങ്കിൽ ഏത് ലോഡ് കോമ്പിനേഷൻ വരുമ്പോൾ, അപ്പൊ അതായത് ഇപ്പൊ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, ഓരോ കോമ്പിനേഷൻ വരുമ്പോഴും ഓരോ
ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ പല ലോഡ് കോമ്പിനേഷൻസിന്റെയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ അതാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ LSMന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, structures should be designed with loads obtained by multiplying characteristic loads with suitable factor of safety and are called as partial safety factor. എന്താണ് partial safety factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിസൈൻ ലോഡ് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഉണ്ടല്ലോ, അത് പല ലോഡ് കോമ്പിനേഷൻ ആവാം അല്ലെ. ആ ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസൈൻ ലോഡ് കിട്ടുന്നത്. അപ്പൊ ഹെൻസ് ഡിസൈൻ ലോഡ് ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഇത് ഓർത്തു വെക്കുക. ഡിസൈൻ ലോഡ് നമുക്ക് എങ്ങനെ കിട്ടുന്നു, ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ് ആ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിന്റെ വാല്യൂ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ തന്നെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ പല ലോഡ് കോമ്പിനേഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ്ഡ് ലോഡ്, അതായത് ലൈവ് ലോഡ് ആണ് ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, 1.5 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. പല തവണ പല ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ്ഡ് ലോഡ് വരുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആണ്. ഇനി വിൻ ലോഡും കൂടി ഉണ്ടെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1 കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നത്. സർവീസബിലിറ്റി നിങ്ങൾ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ആക്കി ഇട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കാൻ വേണമെങ്കിൽ വെക്കാം. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ പഠിച്ചോളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാനായിട്ട്. അപ്പൊ ഈ ടാബുല കോളം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിട്ട് ഈ ടാബുല കോളം നന്നായിട്ട് പഠിച്ചോളൂ. ഇതിനകത്ത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വന്നു കഴിഞ്ഞാൽ 1.5 കൊടുക്കും, വിൻ ലോഡ് 1 കൊടുക്കും. ഇനി അടുത്ത ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ് വരുന്ന കേസിൽ 1.5 ഓർ 0.9 ആണ് കൊടുക്കുന്നത്. ഈ 0.9 അങ്ങനെ കൊടുക്കാറില്ല, അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താഴെ ക്ലോസ് ആയിട്ട് നമ്മുടെ IS കോഡിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 0.9 എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അതൊരു എക്സെപ്ഷണൽ കേസിൽ മാത്രമാണ് കൊടുക്കുന്നത്. അത് അങ്ങനെ ചോദിച്ച് കാണാറില്ല. അപ്പൊ 1.5 ആണെന്നുള്ളത് ഓർത്തു വെക്കുക. വിൻ ലോഡ് വരുമ്പോഴും എന്ത് തന്നെയാണ് 1.5 കൂടെ കൊടുക്കുക. ഇനി ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുന്ന കേസിൽ എത്രയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി, 1.2. ഇതും നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം. ഡെഡ് ലോഡും ഇമ്പോസ് ലോഡും, അതുപോലെ തന്നെ ഡെഡ് ലോഡും ഇമ്പോസ് ലോഡും വിൻ ലോഡും കൂടെ വരുന്ന കേസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിലുള്ള വാല്യൂ. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി വരുമ്പോഴത്തേക്ക് ഷോർട്ട് ടേം എഫക്റ്റിന് വേണ്ടി മാത്രമാണ്. അപ്പം അതിനകത്ത് ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടി വരുന്ന ഇമ്പോസ് ലോഡൂടെ വരുന്ന കേസിൽ രണ്ടിനും 1 വെച്ച് കൊടുക്കുക. വിൻ ലോഡ് ഇല്ലല്ലോ അവിടെ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ലോഡും വിൻ ലോഡും കൂടെ വരുമ്പോഴത്തേക്കും 1 തന്നെയാണ്. മൂന്നും കൂടെ വരുന്ന കേസിൽ ഡെഡ് ലോഡ് 1ഉം അതുപോലെ തന്നെ ഇമ്പോസ് ലോഡും വിൻ ലോഡും 0.8 വെച്ചിട്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ ഇത് നന്നായിട്ട് പഠിക്കുക. ഏതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. ഓക്കെ, അപ്പം ഇനി വേറൊരു കാര്യമുള്ള ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും നമ്മുടെ എർത്ത് ക്വേക്ക് ലോഡും വിൻ ലോഡും കൂടെ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് വളരെ റെയർ ആണ്. അതായത് വളരെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഈ എർത്ത് ക്വേക്ക് ലോഡും അതുപോലെ തന്നെ വിൻ ലോഡൂടെ വരുന്ന കേസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ടേബിൾ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഈ 0.9 ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തു വെക്കുക. ഇതിനകത്ത് ഈ പറഞ്ഞ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്തായാലും പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ മുന്നത്തെ ടാബുല കോളം പഠിക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 0.9 എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. അത് നമ്മുടെ ഓവർ ടേണിങ്ങിന് അഗെയിൻസ്റ്റ് സ്റ്റെബിലിറ്റി ക്രിട്ടിക്കൽ ആവുന്ന കേസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് 0.9. അത് ആ ടേബിളിന് താഴെ തന്നെ IS 456 മെൻഷനും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കണ്ട. നോർമൽ കേസിൽ നമുക്ക് അത് എങ്ങനെ സമ്മറൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് വരുമ്പോഴത്തേക്ക് എന്ത് തന്നെയാണ് 1.5 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലോഡ് കോമ്പിനേഷൻ, അതായത് നമ്മുടെ 1.5. അപ്പം ഡെഡ് ലോഡും ലൈവ് ലോഡ് വരുമ്പോഴും ഡെഡ് ലോഡും വിൻ ലോഡും വരുമ്പോഴും നോർമൽ കേസിൽ എന്ത് തന്നെയാണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മൂന്നും കൂടിയുള്ള കോമ്പിനേഷൻ നോക്കാം. മൂന്നും കൂടിയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ്
ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് അല്ലെങ്കിൽ എർത്ത് ലോഡ്. ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1.2 ആണ്. അപ്പം ഇത് മൂന്നും കൂടെ വരുന്ന കേസിൽ എന്താണ്? 1.2 ആണ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വരുന്ന കോമ്പിനേഷൻ, അതായത് ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടിയോ അല്ലെങ്കിൽ ഡെഡ് ലോഡും വിൻ ലോഡും കൂടിയോ വരുന്ന കേസിൽ എത്രയാണ്? 1.5 ആണ്. ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. ഇതാണ് മേജർ കേസ് ഉള്ളത്. ഇതാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയും ഉള്ളത്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വന്നു കഴിഞ്ഞാൽ 1.5, ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ 1.5. ഇനി ഇത് മൂന്നും കൂടി ജോയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1.2. അപ്പൊ ഇത്രയും അറ്റ്ലീസ്റ്റ് ആ ടാബുലാർ കോളത്തിൽ നിന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ഇനിയിപ്പോൾ ഡിസൈൻ ലോഡിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. ഞാൻ പറഞ്ഞ മെറ്റീരിയലിന് നമ്മൾ വിചാരിച്ചത്ര ലോഡ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ FD is equal to ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ F ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ M. ഗാമ M കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി മെറ്റീരിയൽ അനുസരിച്ച് ഈ ഗാമ എമ്മിന്റെ വാല്യൂ നമുക്ക് നോക്കാം. അടുത്തത് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ലോഡും ഉണ്ട് മെറ്റീരിയലും ഉണ്ട്. ലോഡ് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് F ഇൻറ്റു എന്ത് ചെയ്യും? നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അതല്ല മെറ്റീരിയൽ ആണ് വരുന്നതെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ജസ്റ്റ് ഒന്ന് കൺസൈസ് ആയിട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി മാറും. നമ്മൾ എന്താ ചെയ്യുന്നത്? FD കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോസ് ആണ് ഇത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ പഠിക്കുമ്പം സൈഡിലൊക്കെ മാർക്ക് ചെയ്ത് നോട്ട് ഉണ്ടാക്കുമ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് പഠിക്കുമ്പോൾ എളുപ്പമാണ്. അപ്പം ക്ലോസ് 36.4.2 ഓഫ് IS 456 ക്ലോസ് ഒന്നും ചോദിക്കത്തില്ല, പക്ഷെ ഇതിന്റെ വാല്യൂസ് ഓർത്ത് വെക്കുക. ഗാമ M ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഷുഡ് ബി 1.5 ആൻഡ് 1.15 റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മുടെ ഫാക്ടർ ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ഗാമ M എന്ന് പറയുന്നത് സ്റ്റീലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിന്റെയും വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. കോൺക്രീറ്റിന് എത്രയാണ്? 1.5ഉം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിന് 1.15 ആണ്. ഈ വാല്യൂസ് ഓർത്ത് വെക്കുക. ഗാമ M ഫോർ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിന് 1.5ഉം സ്റ്റീലിന് 1.15 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് ഒത്തിരി എക്സാമിന് പല രീതിയിൽ ഏതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്? SSCക്ക് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ PSC തന്നെ ചോദിച്ചിട്ടുണ്ട് പലതവണ. ഓവർസിയർ ലെവലിലുള്ള എക്സാം ഉള്ളവർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് ഒരു തവണ ചോദിച്ചതാണ്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് കഴിഞ്ഞ PWD ഫസ്റ്റ് ഗ്രേഡിനാണെന്ന് തോന്നുന്നു ചോദിച്ചത്. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്റ്റീലും കോൺക്രീറ്റും, സ്റ്റീൽ 1.15ഉം കോൺക്രീറ്റ് 1. കോൺക്രീറ്റ് 1.5. അപ്പോൾ ഇത്രയും നമുക്ക് ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാം. ഒത്തിരി ലെങ്ത് ഞാൻ ആക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത അസംഷൻസ് ആണ്. അസംഷൻസിൽ ഓരോ വേർഡും, അതായത് ഓരോ അസംഷനും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് അടുത്ത ദിവസം തന്നെ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെറും ലിമിറ്റ് സ്റ്റേറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം, ബേസിക്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ ഡിസൈൻ, ബാക്കി അസംഷൻസ് ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡിലാണ് ഡീൽ ചെയ്യുന്നത്. വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ചെയ്തത് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഇടും. അപ്പൊ അതും കൂടി നിങ്ങൾ കാണണം. അതിനകത്ത് നമ്മൾ അസംഷൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അസംഷൻസിലെ ഓരോ പോയിന്റും നമ്മുടെ PSCയുടെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആണ് അസംഷൻസ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ്. അത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഒരു 40% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.